ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള മഷ്റൂം റോസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കാം. മഷ്റൂമിൻ്റെ മുകളിലെ സ്കിന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു തക്കാളി. മഷ്റൂമൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് സവാളയൊക്കെ നല്ലപോലെ വഴറ്റിയെടുക്കുക. സവാള നല്ലപോലെ ഗോൾഡൻ കളറാവുന്നവരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ ഇവിടെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടികളെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ മസാല എല്ലാം നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളിയൊക്കെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളി എല്ലാം നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കുക. മഷ്റൂം എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇതിലേക്ക് സെപ്പറേറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മഷ്റൂം എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മല്ലിയിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളുടെ മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മഷ്റൂം റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.